നമസ്കാരം. മെത്രാൻമാരുടെ സണ്ണിച്ചുട്ടൻ ചുമതലയേറ്റു. സണ്ണി ജോസഫ് സഭയുടെ നോമിനിയോ എന്ന് ചോദിച്ചാൽ എന്ത് സഭ, ഏത് സഭ എന്നൊക്കെ ഇന്ന് ചോദിക്കുമായിരിക്കും കോൺഗ്രസിലെ ഒരു വിഭാഗം. ചിലപ്പോൾ മെത്രാൻമാരുടെ തോഴനായിട്ടുള്ള സണ്ണിച്ചുട്ടൻ വരെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം അതുതന്നെയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിൽ ഇങ്ങനെ ഒരു നേതാവിനെ ഇപ്പോൾ KPCCയിൽ അവരോധിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് കത്തോലിക്ക സഭ. പേരാവൂർ MLA സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനായി ഹൈക്കമാൻഡ് നിയമിച്ചതിന് അന്ന് മുതൽ അദ്ദേഹം കത്തോലിക്ക സഭയുടെ നോമിനിയാണ് എന്നുള്ള ആരോപണങ്ങൾ ചില രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ശരി, എന്തായാലും KPCC പുനഃസംഘടന നടന്നിരിക്കുന്നു. KPCCയുടെ പുതിയ അമരക്കാരനായി സണ്ണി ജോസഫ് ഇന്നിപ്പോൾ ചുമതലയേറ്റ് കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും AP അനിൽകുമാറും വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടും UDFന്റെ കൺവീനറായി അടൂർ പ്രകാശും അധികാരമേറ്റെടുത്തിരിക്കുന്നു. ഇന്ന് വർണ്ണാഭമായ ചടങ്ങിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു ചുമതലയേറ്റെടുക്കൽ ചടങ്ങ് നടന്നത്. KPCC പ്രസിഡന്റ് ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞ K സുധാകരന്റെ സംഭാവനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു KC വേണുഗോപാൽ ഇന്ദിരാഭവനിലെ ചുമതലയേറ്റെടുക്കൽ ചടങ്ങ് അല്ലെങ്കിൽ ചുമതല കൈമാറുന്ന പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് എന്നുള്ളതാണ്. അതായത് മുഖപുരമില്ലാത്ത നേതാവാണ് പുതുതായി ചുമതലയേറ്റ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നും സൗമ്യനും മൃദു സമീപനമുള്ളയാളും ആശയങ്ങളിലും നിലപാടിലും അടിയുറച്ചു നിൽക്കുന്ന പോരാളിയുമാണ് എന്നും സണ്ണി ജോസഫിനെ പുകഴ്ത്താനും വേണുഗോപാൽ മറന്നില്ല എന്നുള്ളതാണ്. MM ഹസൻ നന്നായി പ്രവർത്തിച്ചുവെന്നും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് വേണുഗോപാൽ പറഞ്ഞു. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിൽ കടന്നു ചെന്ന് അവരെ നേരിടുവാൻ കഴിയുന്ന ധീരനായിട്ടുള്ള ഒരു നേതാവിനെയാണ് ഇപ്പോൾ ചുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതിലൂടെ, അതായത് UDF അടൂർ പ്രകാശിൽ ഭദ്രമാണ് എന്ന് അതിൽ അഭിമാനിക്കണമെന്നുമൊക്കെ പുതുതായി UDF കൺവീനറായി ചുമതലയേൽക്കുന്ന അടൂർ പ്രകാശിനെയും അഭിനന്ദിച്ചുകൊണ്ട് വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന് എല്ലാ കാലത്തും ഒരു ടീം വർക്കിലൂടെയോ ജയിക്കുവാൻ പറ്റിയിട്ടുള്ളൂ എന്നുകൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും മടുത്തൊരു ഭരണമാണ് കേരളത്തിലേതെന്നും പാർട്ടിയില്ലെങ്കിൽ ആരുമില്ലെന്നും പാർട്ടിയില്ലെങ്കിൽ നമ്മൾ വട്ടപൂജ്യമാണെന്നും മുൻകാല അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നുകൂടി വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നുണ്ട്. സത്യത്തിൽ ഈ വാക്കുകൾ സ്വയം പരിശോധിക്കേണ്ടതല്ലേ വേണുഗോപാൽ ജി? പാർട്ടിയില്ലെങ്കിൽ താൻ തന്നെ കാണില്ല എന്ന് ആദ്യം വേണുഗോപാൽ തന്നെ തീരുമാനിച്ചാൽ തീരാവുന്ന തമ്മിലടി മാത്രമേ കോൺഗ്രസിലുള്ളൂ എന്ന് മനസ്സിലാക്കുക. അത് വേണുഗോപാലാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 4 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിന് ഉജ്ജ്വലമായിട്ടുള്ള നേതൃത്വം നൽകിയ K സുധാകരന് നന്ദി പറയുന്നതായിട്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. സണ്ണി ജോസഫ് എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം സൗമ്യവും പക്വവുമായ മുഖമാണ് എന്നും തികഞ്ഞ രാഷ്ട്രീയ ബോധ്യമുള്ള ആളാണെന്നുമൊക്കെ സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. UDFൽ കഴിഞ്ഞ 4 വർഷമായിട്ട് അപസ്വരമുണ്ടായിട്ടില്ല എന്ന് കൂടി പറഞ്ഞ് UDF കൺവീനർ MM ഹസന്റെ പ്രവർത്തനങ്ങളെയും ശ്ലാഘിക്കുവാൻ ഈ VD സതീശൻ മറന്നില്ല. കോൺഗ്രസ് 100-ലധികം സീറ്റുമായി തിരിച്ചു വരുമെന്നും ഒരു പാർട്ടിക്കുമില്ലാത്ത യുവനിര അത് കോൺഗ്രസിനുണ്ട് എന്നുകൂടിയുള്ള അവകാശവാദം കൂടി ഉന്നയിച്ച് VD സതീശൻ പറഞ്ഞു നിർത്തി. ശരി, നമുക്കിതൊക്കെ കാത്തിരുന്ന് കാണാം. ഈ പ്രസിഡന്റ് തന്നെ എത്ര കാലം ഈ പദവിയിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. മെത്രാന്മാരും പള്ളിപ്പിതാക്കന്മാരും എന്നും തുണയുണ്ടാകില്ല എന്നുകൂടി മനസ്സിലാക്കുക സണ്ണിച്ചുട്ടൻ. ചടങ്ങിൽ ചില അപസ്വരങ്ങളും കേട്ടോ. അതായത് ഈ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ വകയായിരുന്നു അത്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് KPCC അധ്യക്ഷന്മാർ വന്നിട്ടില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. KPCC ഓഫീസിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രഥമ പ്രസിഡന്റ് മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ളവരുടെ ഫോട്ടോ ചൂണ്ടിക്കാട്ടിയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ പരാമർശം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ സ്ഥാനമേറ്റപ്പോൾ തന്നെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിലെ മുടിചൂടാമന്നന്മാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. KPCCയുടെ ഈ പുതിയ മാറ്റം തലമുറ മാറ്റമോ അതോ മുതിർന്നവരെ ചവിട്ടിപ്പുറത്താക്കലോ എന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിൽ ചെറിയ ശരിയുണ്ട് കേട്ടോ. കാരണം KPCC പുനഃസംഘടനയിൽ മുതിർന്ന നേതാക്കളെ തഴഞ്ഞതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. UDF കൺവീനറും മുൻ മന്ത്രിയുമായിരുന്ന MM ഹസൻ, ബെന്നി ബെഹനാൻ, K മുരളീധരൻ തുടങ്ങിയ പ്രമുഖരെ ഒഴിവാക്കിയാണ് ഹൈക്കമാൻഡ് സാമുദായിക പരിഗണന നൽകി പുനഃസംഘടന നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ UDFന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മുതിർന്ന നേതാവായിട്ടുള്ള ഹസനെ മാറ്റിയത് മുൻകൂട്ടി അറിയിക്കാതെയാണ് എന്ന പരാതി അടക്കം ഇപ്പോൾ നിലവിലുണ്ട്. 5 തവണ MLAയും മുൻ മന്ത്രിയുമായിരുന്ന MM ഹസൻ
1970-കളിൽ KSUവിനെയും പിന്നീട് യൂത്ത് കോൺഗ്രസിനെയും നയിച്ച നേതാവാണ് എന്നുള്ളതാണ്. ഹസനെ ഒഴിവാക്കി ഷാഫി പറമ്പിലിന് അവസരം നൽകിയത് തലമുറ മാറ്റമായി തന്നെ വ്യാഖ്യാനിക്കാമെങ്കിലും ഇത് പാർട്ടിയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള ഒരു ആരോപണം ശക്തമാണ്. അതിൽ ശരിയൊന്നുമില്ല കേട്ടോ. ഷാഫി തന്നെയാണ് നല്ലത്. KPCCയുടെ പുനഃസംഘടനയിൽ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ താല്പര്യമാണ് പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെട്ടത് എന്നുള്ള പരാതി ഗ്രൂപ്പ് ഭേദമില്ലാതെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ട അനിൽകുമാർ KCയുടെ അടുത്ത അനുയായിയാണ്. സുധാകര പക്ഷത്ത് നിന്ന് സണ്ണി ജോസഫിനെ അടർത്തിയെടുത്ത് KPCC അധ്യക്ഷനാക്കിയതിലൂടെ കണ്ണൂരിൽ സുധാകര വിഭാഗത്തിൽ തന്നെ ഭിന്നത വരുത്തുവാൻ KC വേണുഗോപാലിന് കഴിഞ്ഞു എന്നുള്ള പ്രത്യേകതയുണ്ട്. മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ പേരിൽ ഷാഫി പറമ്പിലിനെ വർക്കിംഗ് പ്രസിഡന്റാക്കിയപ്പോൾ സംഭവിച്ചത് എന്താണ് എന്നറിയാമോ? ഇരട്ട പദവികൾ പ്രോത്സാഹിപ്പിക്കരുത് എന്ന ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം അത് പാടെ അവഗണിക്കപ്പെടുകയാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവ് എന്നുള്ള ആലങ്കാരിക പദവി നൽകി സുധാകരനെ ഒതുക്കിയതിൽ കണ്ണൂരിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തെ 14 ജില്ലകളിലും സുധാകരനെ പിന്തുണയ്ക്കുന്ന നേതാക്കൾ അടക്കം അല്ലെങ്കിൽ നേതാക്കളും പ്രവർത്തകരും അടക്കം നിലവിലുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സുധാകര പക്ഷത്തുണ്ടായിരുന്ന സണ്ണി ജോസഫ് KC വേണുഗോപാലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇറങ്ങിയാൽ മുന്നോട്ടുള്ള സണ്ണിയുടെ യാത്ര ദുഷ്കരമാകും. ഇപ്പോൾ തന്നെ കണ്ണൂർ DCC അധ്യക്ഷനായിട്ട് സുധാകര ഗ്രൂപ്പിലുള്ള മാർട്ടിൻ ജോർജിനെ നിലനിർത്തണമെന്നുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സുധാകരൻ പിടിമുറുക്കുന്നു എന്നർത്ഥം. സുധാകര പക്ഷത്തോടൊപ്പം നിന്ന് വളർന്ന നേതാവല്ലാതെ സ്വന്തമായ ഒരു അടിത്തറയില്ലാത്ത വ്യക്തിയാണ് ഈ സണ്ണി ജോസഫ് എന്ന് പറയപ്പെടുന്നത്. 3 തവണ പേരാവൂർ MLAയും മുൻ മന്ത്രിയുമായിരുന്ന സണ്ണി ജോസഫിന് മണ്ഡലത്തിലോ പുറത്തോ പാർട്ടിക്കുള്ളിൽ 10 ആളുകളുടെ പിന്തുണ പോലുമില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയപ്പെടുന്നത്. കത്തോലിക്ക സഭയുടെ തണലിലാണ് ഈ സണ്ണി ജോസഫ് എന്ന് പറയപ്പെടുന്ന ആൾ രാഷ്ട്രീയത്തിൽ വളർന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. സുധാകരനും അദ്ദേഹത്തോടൊപ്പമുള്ള ശക്തമായ ഗ്രൂപ്പുമാണ് അദ്ദേഹത്തിൻ്റെ ബലം എന്ന് പറയപ്പെടുന്നത്. അതായത് KC വേണുഗോപാലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ KPCC അധ്യക്ഷ സ്ഥാനം ഉപയോഗിച്ചാൽ അതാദ്യം തിരിച്ചടി നൽകുക സുധാകരനായിരിക്കും എന്നുകൂടി ഓർക്കുക സണ്ണി ചുട്ടൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമാണ് പുതിയ KPCC നേതൃത്വം നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളികൾ എന്ന് പറയപ്പെടുന്നത്. അതിനു മുൻപ് DCC KPCC പുനഃസംഘടന നടക്കേണ്ടതുണ്ട്. ഇതിലും KC വേണുഗോപാലിന്റെ ഇടപെടലുണ്ടായാൽ അർഹമായ അംഗീകാരം കിട്ടാത്ത വിവിധ ഗ്രൂപ്പുകൾ പരസ്യമായി രംഗത്തിറങ്ങുമെന്നത് ഉറപ്പാണ്. എന്നാൽ സുധാകരനെ തൃപ്തിപ്പെടുത്താനല്ല, കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് തന്നെ KPCC പ്രസിഡന്റാക്കിയത് എന്ന് സണ്ണി ജോസഫ് അവസാനം ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഒന്നുണ്ട് മറക്കരുത് സണ്ണി, എന്നും നിങ്ങളെ ഇങ്ങനെ വാനോളം വാഴിക്കാൻ മാത്രം മെത്രാന്മാരും പള്ളിപ്പിതാക്കന്മാരും തിരുസഭയും ഒന്നും കാണില്ല എന്ന സത്യം മറക്കരുത്, മറന്നു പോകരുത്. കത്തോലിക്ക സഭയോ അല്ലെങ്കിൽ മറ്റു സഭകളോ അതുമല്ലെങ്കിൽ ഇവിടുത്തെ ജാതി പറഞ്ഞ് കഞ്ഞി കുടിക്കുന്ന സമുദായത്തിന്റെ ആചാര്യന്മാരുടെയോ കാലിൽ അടിയറവ് വയ്ക്കാനുള്ളതല്ല ജനാധിപത്യമെന്ന് നമ്മുടെ രാഷ്ട്രീയ കോമരങ്ങൾ എന്ന് തിരിച്ചറിയുന്നുവോ അന്നേ നന്നാവൂ ഈ നാടും ഇവിടുത്തെ ജനങ്ങളും. പള്ളിക്കും പട്ടക്കാർക്കും ദൈവങ്ങൾക്കുമൊക്കെയായിട്ട് പദവികൾ ഇങ്ങനെ വീതം വെച്ച് നൽകുവാൻ ആർക്കും സ്ത്രീധനം കിട്ടിയ ഇടമല്ല ഇന്ദിരാഭവനും ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും. അതിന് ഒരു വലിയ ചരിത്രമുണ്ട് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. അനേക ലക്ഷം ജനങ്ങൾ അവരുടെ ആശയും ആവേശവും സ്വപ്നങ്ങളും ഒക്കെ കൂടി ചേർത്ത് രൂപീകരിച്ച് ചോര നീരാക്കി രക്തസാക്ഷിത്വം വരിച്ച ആയിരക്കണക്കിന് പേരുടെ കണ്ണീരിൽ ചാലിച്ചെടുത്ത പ്രസ്ഥാനമാണിത്. അല്ലാതെ ആരുടെയും അച്ചി വീട്ടിലെ സ്വത്തല്ല. ഇന്ന് ഈ ചരിത്രമടക്കം കളഞ്ഞു കുളിക്കുന്ന നേതാക്കന്മാർ അവർ മാത്രമാണിപ്പോൾ കോൺഗ്രസിൽ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മാറ്റമുണ്ടാകേണ്ടത് ഈ കുതികാൽ വെട്ടുന്ന നേതാക്കളുടെ ആറ്റിറ്റ്യൂഡിലാണ് എന്നുള്ളതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.